welcome back to my channel. ഞാൻ anjusishoy. എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലേ? ഞാനും രാവിലെ അമ്പലത്തിലൊക്കെ പോയി സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഹാഫ് ക്ലച്ച് നമ്മൾ എല്ലാവരും എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. ഈ ഹാഫ് ക്ലച്ച് നമ്മുടെ കാറിനായാലും ബൈക്കിനായാലും എന്തെങ്കിലും ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടോ? അതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിന് ലിങ്ക് കൊടുക്കാം. അതിൽ ഹാഫ് ക്ലച്ചിനെ കുറിച്ച് ഫുള്ളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഉണ്ടാക്കുന്ന ഡാമേജിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ കാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കാറിന്റെ ക്ലച്ച് പെഡലിന് രണ്ട് പൊസിഷനാണ് ശരിക്കും മെയിൻ ആയിട്ടുള്ളത്. അതായത് നമ്മൾ കാറിന്റെ പെഡല് ക്ലച്ച് ഫുള്ളായിട്ട് പ്രസ് ചെയ്തേണ്ട ഒരു പൊസിഷൻ, ഫുള്ളായിട്ട് റിലീസ് ചെയ്തേണ്ട ഒരു പൊസിഷൻ. നമ്മൾ ക്ലച്ച് പെഡല് ഫുള്ളായിട്ട് റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലച്ച് ഫുള്ളായിട്ട് എൻഗേജ് ചെയ്യും. അപ്പോൾ നമ്മുടെ എൻജിനിലുള്ള ഫുൾ പവറും വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നമുക്ക് സുഖമായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ ക്ലച്ച് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ എൻജിനിലുള്ള യാതൊരുവിധ പവറും വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് പൊസിഷൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ഹാഫ് ക്ലച്ച്. ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലച്ച് പാർഷ്യലി എൻഗേജ്ഡ് ആണ്. അപ്പം നമ്മുടെ എൻജിനിലെ ഫുൾ പവറും വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. നമ്മുടെ വണ്ടി മൂവ് ചെയ്യാനുള്ള ജസ്റ്റ് അത്രയും പവർ മാത്രമാണ്, നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്താലും മൂവ് ചെയ്യാനുള്ള ഒരു പവർ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഹാഫ് ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു കയറ്റമൊക്കെ ആണെങ്കിൽ നമ്മൾ ആക്സിലറേറ്ററും കൂടി കൊടുക്കും. ഇങ്ങനെ ക്ലച്ച് ഹാഫ് ക്ലച്ചും ആക്സിലറേറ്ററിൻ്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ എൻജിൻ്റെ RPM, അതായത് റൊട്ടേഷൻ പെർ മിനിറ്റ് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേഷൻ പെർ മിനിറ്റ് ഫുൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫുൾ എനർജി നമുക്ക് വീലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലച്ച് സ്ലിപ്പ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു ഓവർ ഹീറ്റിംഗ് ഉണ്ടാവുന്നു. ആ ഓവർ ഹീറ്റിംഗ് വഴി നമ്മുടെ ക്ലച്ച് പെഡലിന് വളരെ വലിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. നമ്മളൊരു കയറ്റത്തിൽ അല്ലെങ്കിൽ ട്രാഫിക് ജാമിലൊക്കെ ഈ ഹാഫ് ക്ലച്ചും ആക്സിലറേറ്ററും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ക്ലച്ച് പെഡലും കരിയണ ഒരു മണം നമുക്ക് വരും. അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ആയി കഴിയുമ്പോൾ നമ്മുടെ ക്ലച്ച് പെഡലിന് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. ക്ലച്ച് പെഡൽ അതിൻ്റെ ഒരു കാലാവധി തീരുന്നതിന് മുന്നേ നമുക്ക് മാറ്റേണ്ടി വരും. പക്ഷേ ഈ ക്ലച്ച് പെഡൽ വളരെ കോസ്റ്റ്ലിയാണ്. ക്ലച്ച് പെഡൽ അതങ്ങനെ മാറ്റുന്നതിന് ബൈക്കിനായാലും കാറിനായാലും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ചില ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ തൊട്ട് ക്ലച്ചിൽ കാല് വെച്ച് ക്ലച്ചിന് കുറേ ഡാമേജുകൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഹാഫ് ക്ലച്ച് കഴിവതും ഒഴിവാക്കണം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹാഫ് ക്ലച്ച് എന്ന് പറഞ്ഞ ഒരു സ്ലോ പോയിസൺ ആണ്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ ഹാഫ് ക്ലച്ച് പോയി ഇടിച്ചു എന്ന് പറഞ്ഞാൽ അതിനൊന്നും സംഭവിക്കാനില്ല. പല പ്രാവശ്യമായിട്ട് ചെയ്യുമ്പോൾ അത് ക്ലച്ച് പെഡലിന് വളരെ വലിയൊരു ഡാമേജ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ക്ലച്ച് പെഡലിൻ്റെ കാലാവധി തീരണതിന് മുന്നേ നമുക്കത് മാറ്റേണ്ടി വരും. അപ്പോൾ ഒരു ആവശ്യമില്ലാതെ ഹാഫ് ക്ലച്ചിൽ വണ്ടി ഓടിക്കുന്നതൊക്കെ നിങ്ങൾ ഒഴിവാക്കാം. അത് ക്ലച്ചിനെ ഒന്നുകൂടി കുറച്ച് നാളും കൂടി സേഫായിട്ട് വെക്കാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോകളായിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതലും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തടുത്ത നല്ല വീഡിയോയുമായി ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.